അതല്ല നിങ്ങളെ കണക്കൂട്ടൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളും തകരില്ല, UDF തകർക്കാനും കഴിയില്ല. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 5-ാം തീയതി നമ്മളെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവമല്ലേ മലപ്പുറത്ത് നടന്നത്? 7 അസംബ്ലി മണ്ഡലത്തിന് എന്തായിരുന്നു അത്? വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിന്റെ സ്വീകരണം 12 മണിക്കാണ്. നമ്മളെ ചേളാരിയിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന 10,000-ങ്ങളാണ് ആ സമയത്തോടെ പങ്കെടുത്തത്. 12 മണിക്ക്. അത് കഴിഞ്ഞ് കൊണ്ടോട്ടിയിൽ ഉച്ചക്ക് 2:30 മണി സമയത്ത്. കൊണ്ടോട്ടി കഴിഞ്ഞ് പിന്നെ നേരെ പോയത് എവിടെയാണെന്നറിയാം നിങ്ങൾ? എടവണ്ണയിലാണ്. എടവണ്ണ കഴിഞ്ഞ് നിലമ്പൂര്, വണ്ടൂര്, മഞ്ചേരി, മലപ്പുറം അവസാനിക്കുമ്പോ ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒരു 1-1.25 ലക്ഷത്തോളം ജനങ്ങളെ നേരിട്ട് കാണാൻ ശ്രീ ഉമ്മൻചാണ്ടിക്കും കൂട്ടുകാർക്ക് കഴിഞ്ഞു. എന്താ കാരണം എന്നറിയാം നിങ്ങൾ? ഈ അപവാദ പ്രചരണത്തിൽ ആളുകൾക്കുള്ള പ്രതിഷേധമാണ് ആ ആൾക്കൂട്ടം. അപ്പൊ ഇവിടെ തന്നെ യഥാർത്ഥത്തിൽ PV മുഹമ്മദ് അരീക്കോടും KP മുഹമ്മദ് കുട്ടിയും പേരും നിറഞ്ഞിട്ടൊന്നല്ല ഈ ആള് കൂടിയെന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേര് ഈ നോട്ടീസിലുള്ളത് കൊണ്ടാണ്. ഒരു നോക്ക് കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം. ഇപ്പൊ പണ്ടത്തെ കുഞ്ഞാലിക്കുട്ടിയല്ല, എന്തോ ഒരു പുതുമ. നിങ്ങൾക്കറിയാം, ആ ചേളാരിൽ അദ്ദേഹം ഇങ്ങനെ കയറി വരുമ്പോ അദ്ദേഹത്തെ കാറിൽ നിന്ന് എടുത്തിട്ട് കുട്ടികൾ നേരെ മഹമ്മൂദ് എടുത്തിട്ട് സ്റ്റേജ് പോലെ കൊണ്ടേച്ചു ഏറ്റിയാണ് കൊണ്ടേക്കുക. അതൊരു വല്ലാത്ത ഏറ്റലാണ്. അതാ ഞാൻ പറഞ്ഞ മനുഷ്യന്റെ മനസ്സിലുണ്ടായിട്ടാണത്. അച്യുതാനന്ദൻ 1000 കൊല്ലം ഇരുന്നാൽ അങ്ങനെ ഒരു ഏറ്റലിന് വിദ്യാനാവെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ സാധനത്തിന് ആരാ ഏറ്റുക? അത് വേറെ കാര്യം. ഏറ്റാൻ പറ്റിയൊരു മുതലാണെങ്കിലല്ലേ ഏറ്റുക. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഒരു ഉയർന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഭാവിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചല്ലോ, 1947 ആഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോ ഇന്ത്യയിലെ മുസൽമാന്മാരുടെ നില എന്തായിരുന്നു? ഉത്തരേന്ത്യൻ തെരുവീതികളിൽ മനുഷ്യന്റെ രക്തം ചാരിട്ടൊഴുകുന്ന ആ കരാളമായ കാലഘട്ടത്തിൽ ഖായിദെ മില്ലത്ത് 948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാശിയിലെ രാജാജിയാളിൽ നിന്ന് ഈ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസൽമാന്മാരോട് സംഘടിക്കാൻ പറഞ്ഞപ്പം ആഴി കലങ്ങുകയും ഊഴി കുലുങ്ങുകയും ഇന്ത്യയിലെ ഫാസിസ്റ്റ് വർഗീയ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികൾ ഒന്നായി ഉറഞ്ഞു തുള്ളുകയും ചെയ്തിട്ടുണ്ട്. ആ കരാളമായ കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ത്യ രാജ്യത്തിന്റെ വിദേശകാര്യ സഹമന്ത്രിയാകാൻ ഈ അഹമ്മദിനെ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് മുസ്ലിം ലീഗ് വളർന്നു വന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് വളർന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു മതവിഭാഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായി, വർഗീയ സംഘടനയായി മാറ്റി നിർത്തപ്പെട്ട ഒരു പ്രസ്ഥാനം മതേതരത്വത്തിന്റെ കാവൽ ഭടന്മാരാക്കി മാറ്റിയെടുത്ത് മനുഷ്യത്വത്തിന്റെ മൂർത്തിമൽഭാവമാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നിടത്തേക്ക് ലീഗ് വളർന്നു വലുതായി. ആ വളർച്ചയിലൂടെ നമ്മൾ നേടിയിട്ടുള്ള നേട്ടത്തിന്റെ അനന്തര ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന എല്ലാ നേട്ടങ്ങളും. ഞാൻ അതിന്റെ വിശദാംശം പറയുന്നില്ല. ചോദിക്കാൻ ആളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് എല്ലാം പറയാൻ കഴിവുള്ളവരായി നമ്മൾ മാറി. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ വിദേശകാര്യ സഹമന്ത്രിയായി 5 കൊല്ലം അഹമ്മദ് ഇരുന്ന് മടങ്ങി വന്ന് റെയിൽവേ വകുപ്പ് ഏറ്റെടുത്തപ്പോ മൻമോഹൻ സിംഗിന് ബോധ്യം വന്നു, അഹമ്മദ് എടുക്കേണ്ടത് ഇതല്ല, അത് തന്നെയാണ്. സുന്ദരമായ 5 കൊല്ലക്കാലം. ആ 5 കൊല്ലക്കാലത്ത് അഹമ്മദിന്റെ വിദേശകാര്യ വകുപ്പിലുള്ള നേട്ടം മൻമോഹൻ സിംഗിന് മനസ്സിലായപ്പോഴാണ് മൻമോഹൻ സിംഗ് വീണ്ടും ഈ രാജ്യത്ത് അദ്ദേഹത്തെ തന്നെ അത് ഏൽപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഖായിദെ മില്ലത്ത് ഒരു പഞ്ചായത്ത് ബോർഡിൽ മെമ്പറാകാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൽ വരണ്ട എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ നീണ്ട 21 കൊല്ലക്കാലം ഇവിടെ പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ലീഗുകാരൻ അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ കോഴിക്ക് മുല വരുന്ന പറഞ്ഞ ആളുകളുണ്ട്. ആ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, അത്തരം കോഴികളൊക്കെ കറി വെച്ച് കൂട്ടുന്നിടത്തേക്ക് നമ്മൾ മാറി. ലീഗിന്റെ വളർച്ച എത്ര വലുതാ. ഇപ്പൊ അംസാക്കാക്ക് ബേജാറുണ്ടാവും നമ്മളെ കാണുമ്പോൾ. കാരണം മൂപ്പര് ഇപ്രാവശ്യം തോറ്റ നമ്മളോടാ. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് എങ്ങനെയോ ലക്കര് കഴിച്ചിലായി. അന്ന് മൂപ്പര് പറഞ്ഞു, എന്നെ പേടിച്ചിട്ടാ അഹമ്മദ് പൊന്നാനിക്ക് പോയത്. അഹമ്മദ് സാഹിബ് പറഞ്ഞെന്നുണ്ടെങ്കിൽ വാ ഞമ്മക്കൊന്ന് നോക്കിക്കളല്ലേ. ഇപ്രാവശ്യം വന്നപ്പോൾ മൂപ്പരെ കാണാനില്ല. തേക്കിന്റെ തറവാട്ടിനോട് തകര കല്യാണം ആലോചിച്ച മാതിരിയല്ലേ ഇപ്പൊ അതൊക്കെ. ഈ റോഡ് സൈഡിലുള്ള തകരുണ്ട്, മുളച്ചു വരും ഇടവമാസം മഴ പെയ്താൽ. അപ്പൊ മൂപ്പർക്ക് ഒരു തോന്നലൊരു ഒരു തറവാട്ടുകാരനാണ്. അങ്ങനെ വെണ്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ മൂപ്പരോട് പറഞ്ഞു, നമുക്കൊരു പെണ്ണിട്ടിയാൽ തിരക്കേടില്ലേ. വെണ്ടേക്ക് പറഞ്ഞ്, ഞാൻ അന്വേഷിച്ച് നോക്കാം, തേക്കിന്റെ കുടുംബത്തിലൊരു പെൺകുട്ടി കെട്ടിച്ചാണ്ട്, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. തേക്കിനോട് പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞായിക്കോട്ടെ, കുംഭമാസം കഴിയട്ടെ എന്നിട്ട് വരേണ്ടിന്ന്. കുംഭമാസം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നുണ്ടോ ഈ സാധനം, തകര. അവസാനം ഈ തകരനെ അന്വേഷിച്ച് നടന്നിട്ടാണ് വെണ്ടേക്കിന്റെ തൊലി പോയതെന്നാണ് കഥ. തേക്ക് എപ്പോഴാണ് ഞങ്ങൾ കുംഭം മീനമാസത്തിലാണ് തേക്ക് തേക്കല്. അപ്പോഴാണ് മൂപ്പര് ചോദിച്ചല്ല പുതിയാപ്പിള എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ പുതിയാപ്പിളിനെ കാണുന്നില്ല.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അംസനെ കാണാനില്ല, അംസക്ക് MP ഇല്ല. അംസാക്ക ബേജാറായി, കാരണം ഞാൻ പണ്ട് MP ഇപ്പം MP അല്ലല്ലോ. അപ്പോഴാണ് മൂപ്പർക്ക് തോന്നിയത് എന്തെങ്കിലും ഒരു MP വേണം. അങ്ങനെയാണ് മെമ്പർ ഓഫ് പട്ടുറുമാൽ. ഇപ്പം മൂപ്പർ MP ആണല്ലോ, ഇപ്പം MP ആണ്, മെമ്പർ ഓഫ് പട്ടുറുമാല. രണ്ടും ഇപ്പം MP തന്നെയാണ്. മറ്റേ മെമ്പർ ഓഫ് പാർലമെന്റാണ്, ഇപ്പം മെമ്പർ ഓഫ് പട്ടുറുമാല. മൂപ്പർക്ക് ഇപ്പോൾ വലിയ ബേജാറ് നമ്മളെ കാര്യത്തിൽ. കാരണം ലീഗ് ഇങ്ങനെ ബേജാറാകുകയാണല്ലോ. ലീഗയുടെ നശിക്കണേ. മുസ്ലിം ലീഗ് വളരെയാണ്, രാഷ്ട്രീയമായി വളരെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും ഞങ്ങളുടേതല്ലെന്ന് പറയാൻ കഴിയും നിങ്ങൾക്ക്? ഞാൻ അതൊക്കെ ഇവിടെ വിട്ടേച്ച് പോവുകയാണ്, ഇവരെ പ്രസംഗിക്കട്ടെ. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് മുമ്പന്നത്തേക്കാൾ ഏറെ അംഗീകാരം കിട്ടിയിട്ടുള്ള കാലം. അതുമാത്രമല്ല, ഒരു മതേതര ശക്തിയായി ലീഗ് വളർന്നിരിക്കുന്നു. രാജ്യത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്താൻ, സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പുവരുത്താൻ, സാമുദായികമായ സംഘർഷമില്ലാത്ത ഒരു നവകേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാത്രമേ സാധ്യമാകൂ എന്ന് മറ്റുള്ളവർ പറയുന്നിടത്ത് നമ്മൾ എത്തിയില്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞ കൂട്ടരുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ ഓല് പറഞ്ഞു ഞങ്ങളാണ് നിങ്ങളെയൊക്കെ ജയിപ്പിക്കരുത്. സാധാരണവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഓല് പറയും ഞങ്ങൾ ഇപ്രാവശ്യം നിങ്ങളൊപ്പേനി ജയിക്കണോരൊപ്പം. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പേനി, ഇപ്രാവശ്യം പാർലമെന്റിൽ നമ്മൾ ജയിച്ചോ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളൊപ്പേനി. പക്ഷെ മുമ്പ് പറഞ്ഞ എങ്ങനെയാണ്, നിങ്ങൾ 16 എണ്ണത്തിൽ അങ്ങോട്ടും 4 എണ്ണത്തിൽ ഇങ്ങോട്ടും ആയി. പക്ഷെ ജയിച്ചത് 16 നമ്മളായപ്പോൾ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്. അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, അവരെ കോഴി കൂക്കിയിട്ടാണ് ഈ രാജ്യത്ത് നേരം വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ കോഴിനെയും പിടിച്ചൊന്ന് അക്കരെ പോ, ഞങ്ങൾ നേരം വിളിക്കുമോ നോക്കട്ടെ. അങ്ങനെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ വന്നത്. 1865 വാർഡിൽ മത്സരിച്ചിട്ട് വെറും 9 എണ്ണം കിട്ടി. 9 എണ്ണം കിട്ടിയെന്ന് മാത്രമല്ല, അവരെ വൽപ്പത്തരം എല്ലാവർക്കും ഒന്ന് മനസ്സിലായി. അവർ മുമ്പ് പറഞ്ഞെന്താ പറയുക, രാഷ്ട്രീയം പാടില്ല. മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമില്ല. താകൂത്തി ഭരണത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണം അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. ആ ഭരണത്തിന് കീഴിൽ ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല. രാജ്യത്തിന്റെ ദേശീയ പതാക പിടിക്കുന്നത് പോലും അപമാനമാണെന്ന് മാത്രമല്ല, അത് ഇസ്ലാമിന് വിരുദ്ധമാണെന്നാണ് മഹാനായ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയത്. നിങ്ങൾ ആ പിടിക്കുന്ന പതാക ഉണ്ടല്ലോ, അത് നരകത്തിലേക്കുള്ള പതാകയാണ്. അയാൾ എഴുതി വെച്ച റെക്കോർഡുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ പറഞ്ഞെന്ത്, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആരിഫ് അലി പറഞ്ഞ അങ്ങനെ. അതേ സമയത്ത് ഒ അബ്ദുറഹ്മാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പറയണ്ട, നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല, നമ്മളൊരു വികസന മുന്നണി ഉണ്ടാക്കി എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. വികസന മുന്നണിയുടെ ലക്ഷ്യം തന്നെ എന്താ, ഇനി വികസനത്തിന് 1 വോട്ട്. എൻ്റെ വാർഡിൽ ആ 1 വോട്ട് എന്നെ കിട്ടിയിട്ടുള്ളൂ, രണ്ടാമതൊരു വോട്ട് കിട്ടില്ല. വികസനത്തിന് 1 വോട്ട്. ഇപ്പം നമ്മളുടെ ഇവിടെ മത്സരിച്ചിനൊന്നും എനിക്കറിയില്ല, 100 വോട്ട് 50, അത് തെറ്റി. എന്നിട്ട് ഇപ്പം ഞാൻ പറയട്ടെ, 100 വോട്ട് എന്നൊക്കെ പറയാൻ അത്ഭുത. പാർലമെന്റിലേക്ക് എൻ്റെ നാട്ടുകാരോ റഹ്മത്തുള്ള പറഞ്ഞൊരു കുട്ടി മത്സരിച്ചിന്, 6600 വോട്ട് കിട്ടിയെന്ന്. ഒരു നോട്ടീസ് പോലും ഇറക്കിയിട്ടില്ല, ഒരാളോട് വിവരം പറഞ്ഞിട്ടില്ല, നോമിനേഷൻ കൊടുത്ത് മിണ്ടാതെ അവിടെ കുത്തുന്നു. വോട്ട് എണ്ണിയേക്കുമ്പോൾ 6000 വോട്ട്. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ, അങ്ങേപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ റഹ്മത്തുള്ള ഉണ്ടായി, അപ്പം പിന്നെ ഒരു റഹ്മത്തുള്ള വിചാരിച്ച് കുത്തിയതാകാം. തെരഞ്ഞെടുപ്പിൽ 100 വോട്ടൊന്നും കിട്ടുന്ന ഒരു പാർട്ടിന്റെ വലിപ്പത്തരല്ല. മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാനായി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ അവരുടെ ചില നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റും അവരുടെ പത്രത്തിൽ വരുന്ന വാർത്തകളും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എല്ലാ ദുഷ്ടശക്തികളും നമുക്കെതിരെ അടുത്ത തെരഞ്ഞെടുപ്പിലുണ്ടാകും. എല്ലാ ദുഷ്ടശക്തികളും. മുസ്ലിം ലീഗിനെ ഒന്ന് ചെറുതായി കാണാൻ, ലീഗിനെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ, ലീഗിന്റെ ശക്തി ഒന്ന് കുറച്ച് കാണിക്കാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലീഗ് നേടിയിട്ടുള്ള ഈ മേൽക്കൈ ഒന്ന് ചെറുതാക്കി കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ അപവാദങ്ങളൊക്കെ. അത് അതേ രൂപത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവമാകണം എന്താണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സദസ്സ് കണ്ടപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ് തുടങ്ങേണ്ട ഒരു സദസ്സാണ്. കാരണം ഒരുപാട് കാരണന്മാർ മുന്നിലിരിക്കുന്നുണ്ട്. ഈ റബീഉൽ അവ്വൽ മാസമായിട്ട് ഈ കാരണന്മാരൊക്കെ ഈ പ്രസ്ഥാനത്തോടുള്ള അങ്ങേയറ്റത്തെ അടങ്ങാത്ത സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ വന്നിരുത്തം, ഈ മഞ്ഞിൽ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ പൂർവികന്മാർ നിങ്ങളിലേൽപ്പിച്ച ഈ പതാക നിങ്ങൾക്ക് എന്നെന്നും അഭിമാനകരമായ കാര്യങ്ങൾക്ക് മാത്രമേ ഈ പ്രസ്ഥാനം നിന്നിട്ടുള്ളൂ. മുസ്ലിം ലീഗ് ആയതുകൊണ്ട് അപമാനിതരാകാൻ ഒന്നും നമുക്കുണ്ടായിട്ടില്ല, അഭിമാനിക്കാൻ ഏറെ ഉണ്ടായിട്ടുണ്ട്. ആ അഭിമാനികരമായ മുന്നേറ്റത്തിന് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നെല്ലാവരോടും വിനയപുരസ്സരം അപേക്ഷിച്ചുകൊണ്ട്, സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.
തന്റെ പൊതുപ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ ചുരുങ്ങിയ കാലം കമ്മ്യൂണിസത്തിന്റെ യുവനിരയിൽ അണിനിരന്ന് പ്രവർത്തിക്കുകയും ഒടുവിൽ ഇടതന്റെ കാപ്പട്യമുഖം തിരിച്ചറിഞ്ഞ് പാണക്കാട് കൊടപ്പനക്കലിന്റെ തണലിൽ അഭയം പ്രാപിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ തണലിലേക്ക് കടന്നെത്തിയ മുസ്ലിം ലീഗ് പ്രഭാഷണ വേദിയിലെ യുവപ്രാസംഗികൻ ഷരീഫ് കൊട്ടപ്പുറം ഈ മഹാസമ്മേളനത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകൻ സെയ്ദ് സാദിഖ് അലി സിയാബ് തങ്ങൾ, നമ്മുടെ PV മോമാക്ക, അതുപോലെ തന്നെ ആരിക്കോയക്ക, മറ്റു വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, നാട്ടുകാർ, അസ്സലാമു അലൈക്കും. എനിക്ക് മുസ്ലിം ലീഗിൻ്റെ പൊതുയോഗത്തിൽ ചെല്ലുമ്പോൾ ആകെയുള്ളൊരു ബേജാറ് ഈ സലാം പറഞ്ഞ് തുടങ്ങല. അത് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ പൊതുയോഗത്തിൽ ലാൽ സലാം പറഞ്ഞ് തുടങ്ങി വിപ്ലവാഭിവാദ്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് തടിയെടുക്കുന്ന പരിപാടിയാണ്. ഇപ്പം ഈ സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബേജാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊതുയോഗം ദേശാഭിമാനി പത്രമല്ലാതെ എൻ്റെ ചെവിൻ്റെ ഉള്ളിൽ കൂടാണ്ട് കയറ്റിവിടാത്തൊരു മനുഷ്യനെ ഞാൻ. അതിൻ്റെ കാരണം ഇപ്പോൾ PV, അതുപോലെ തന്നെ ഞാൻ നാളെ കീശ്ശേരിന്ന് കൊടുവള്ളി MLA മോയിൻകുട്ടി സാഹിബിൻ്റെ ഒക്കെ ഒരു പ്രസംഗം കേട്ട്, അതൊക്കെ കുറേ മുന്നേ കേൾക്കുകയാണെങ്കിൽ ഞാൻ എന്നോ ലീഗ് തടിയെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് അന്നൊരു കൺഫ്യൂഷൻ വേണ്ട വിചാരിച്ചിട്ടാണ്. വേറെ പൊതുയോഗങ്ങളൊക്കെ കേട്ടിട്ട് മനുഷ്യന്മാർക്കുണ്ടല്ലോ കൺഫ്യൂഷൻ വരില്ലേ, അങ്ങനെ പോലും ചിന്തിക്കരുത് വിചാരിച്ചിട്ട് വെറും പാർട്ടിയായിട്ട് മാത്രം തലേ കയറി നടന്നതിന് ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് മുസ്ലിം ലീഗിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. ഈ 40 ദിവസത്തെ ഒരു പാരമ്പര്യമുള്ളൂ മുസ്ലിം ലീഗിൽ. പക്ഷേ CPIM-ൻ്റെ കുറേ കൊള്ളരുതായ്മകളൊക്കെ എനിക്കറിയാം. ഞാൻ DYFIയുടെ കൊണ്ടോട്ടി ബ്ലോക്ക് കമ്മിറ്റി അംഗം, CPIM-ൻ്റെ പുളിക്കൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ, കൊട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി, DYFIയുടെ പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ സ്ഥാനങ്ങളൊക്കെ കുറെ കൊല്ലങ്ങളായിട്ട് വഹിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഒരു കൊല്ലമായിട്ട് കേരളത്തിലൊട്ടാകെ CPIM-ൻ്റെ കുറെ കള്ളന്മാർക്കെതിരെ അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ പാർട്ടിയിലുണ്ടാകുമ്പം അതിൽ ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് പോരാടി കുറെ ആളുകൾ പുറത്തു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലൊട്ടാകെ. പാർട്ടിയിൽ നല്ല ആളുകളൊക്കെ പുറത്തും ആകാത്തവരൊക്കെ അകത്തും നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് പാർട്ടിയിൽ. അങ്ങനെ കേരളത്തിൽ ഓഞ്ചിയം ഷൊർണൂരൊക്കെ ഉള്ള പോലെ ഞാൻ പുളിക്കലും CPIM-നെതിരെ ഒരു സമാന്തര കമ്മിറ്റി രൂപീകരിച്ച്, ചെഗുവേര സാംസ്കാരിക സമിതി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് മഞ്ഞളാംകുഴി അലിയാക്കേറ്റ് കുറേ കൊല്ലങ്ങളായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നോട്, ഇപ്പം ഇവിടെ അടുത്തിനോട് പറഞ്ഞ് ഞാൻ ലീഗിക്ക് തടിയെടുക്കുകയാണ്, എൻ്റെ അപ്പം മാണി പോന്നോ പറഞ്ഞു. അങ്ങനെ ഞാനും കുറേ ആളുകളൊക്കെ പാടെ അങ്ങനെ ലീഗിക്ക് തടിയെടുത്ത. എനിക്ക് സഖാക്കളോട് പറയാനുള്ളത്, ഈ പാർട്ടി വെറും രക്തസാക്ഷികൾക്ക് മാത്രം മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ്. മരിച്ച ആളുകൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി മുദ്രാവാക്യം വിളിക്കാൻ പാടുള്ളൂ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. അതിന് പാർട്ടി പഠിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളെ ഏത് സമയത്തും പുറത്താക്കപ്പെടേണ്ടവരാണ്. ഓര് പുറത്താക്കി പോകുമ്പോൾ ഓരോ ആള് പോകാനാണ് ഈ മരിച്ച ആളുകൾക്ക് മുദ്രാവാക്യം വിളിച്ചത്. അങ്ങനെ മരിച്ച ആളുകൾക്ക് മാത്രം മുദ്രാവാക്യം വിളിക്കുന്ന പ്രസ്ഥാനം ഇന്ന് VS അച്യുതാനന്ദനും പിണറായി വിജയനും മുദ്രാവാക്യം വിളിക്കുന്ന കാലഘട്ടമായി കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു സഖാക്കൾക്ക് അന്വേഷിച്ചാൽ അറിയാം, ഒരു 5 കൊല്ലം മുന്നേ CPIM-ന്റെ പൊതുയോഗങ്ങളിലോ സമ്മേളനങ്ങളിലോ ചെന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരാളുകളുടെ ഫോട്ടോ വാങ്ങാനും കിട്ടൂല, വിൽക്കാൻ കച്ചവടക്കാരൻ തയ്യാറാവില്ല. കാരണം അടി അങ്ങോട്ട് കിട്ടും ആളുകളോട്, സഖാക്കളോട്. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഫോട്ടോ ഒരു വീടുകളിലും പ്രദർശിപ്പിക്കൂല സഖാക്കളെ വീട്ടിൽ. മരിച്ച ചെഗുവേറിന്റെ, EMS-ന്റെ, നായനാര, അങ്ങനെ ഏതെങ്കിലുമൊക്കെ മരിച്ച ഭഗത് സിംഗിന്റെ ഒക്കെ ഫോട്ടോ കിട്ടുള്ളൂ. ഇന്നതല്ല. ഇന്ന് പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി പൊതുയോഗങ്ങളിലും പോയാൽ VS അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും ആ പ്രകാശ് കാരാട്ടി എന്ന ലക്ഷണം കെട്ട ചങ്ങായി വന്നതിന്റെ ദിവസം ആദ്യമായിട്ട് തുടങ്ങി. ആ ചങ്ങായിൻ്റെ അടക്കം 3 ആളെ ഫോട്ടോ ഇങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ തൂക്കി വെക്കുക, എന്നിട്ട് അത് വാങ്ങിക്കൊണ്ടേ വെക്കുക. ആരായി രക്തസാക്ഷികൾ?
രക്തസാക്ഷികളാണ് ഏറ്റവും വലിയ സ്വത്ത്. ഞാനും വിശ്വസിച്ചിരുന്ന പാർട്ടിയിലാതാ. കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ എന്തിനാ സഖാക്കളെ ജീവൻ ബലിയർപ്പിച്ചത്? 5 രക്തസാക്ഷികൾ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത് എന്തിനാ? പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കുക, മെഡിക്കോ സമരം, സ്വാശ്രയ മേഖലകളിൽ മെഡിക്കൽ കോളേജ് തന്നെ അനുവദിക്കാതിരിക്കുക, അതല്ലേനോ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കൊല്ലം തോറും നടപ്പിലാക്കും എന്ന് പറഞ്ഞ് പ്രകടനം നടത്താന്നല്ലാതെ ആ രക്തസാക്ഷികൾ എന്തിനാ മരിച്ചതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ആ രക്തസാക്ഷികൾ മരിച്ചിട്ട് കൊല്ലം ഇങ്ങനെ മരിച്ചിട്ടില്ല അറിഞ്ഞ് പ്രകടന. ഈ ആണ്ട് നേർച്ച നടത്തണ മാതിരി കൊല്ലം ഇങ്ങനെ മരിച്ചിട്ടില്ല ഓലമ്മാക്കും ബാപ്പാക്കും ഇത് മരിച്ചു പോയില്ലേ? അത് സത്യല്ലേ? ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ. ഓലമ്മയും ബാപ്പി ഇത് മരിച്ചാണ് കുട്ടികളി. ഓലമ്മയും ബാപ്പി കൊല്ലം നമ്മളെ പ്രകടനത്തിൽ നിന്നിട്ട് മക്കൾ മരിച്ചിട്ടില്ല അറിയോ? ഓല എന്തിനാ ജീവൻ പരിഹരിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് ചോദിക്കാറില്ലേ? ഓല് വിളിച്ച മുദ്രാവാക്യം ഇവിടെ നടപ്പിലാക്കുന്ന ഓരോ കൊല്ലും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കൊണ്ടാടുമ്പോ പറയുന്നേ ആ 5 സഖാക്കൾ വിളിച്ച മുദ്രാവാക്യം ഈ സമയം വരെ 10 കൊല്ലം മുന്നേ CPM ഭരിച്ച് ഈ കൊല്ലങ്ങളിലൊക്കെ എത്ര സ്ഥലത്ത് കോളേജുകൾ അനുവദിച്ചിട്ടുണ്ട്? പെരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്തോ? ഇന്ന് MP ജയരാജ ഏറ്റെടുത്ത് ചെയർമാനായ രൂപത്തിലല്ല കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഏറ്റെടുക്കാൻ പറഞ്ഞത്. ഗവൺമെന്റിന്റെ സ്ഥലമാണ്, ഗവൺമെന്റിന്റെ പണാണ്. MP രാഘവന്റെയും K കരുണാകരന്റെ പൈസ കൊണ്ടല്ല, ഗവൺമെന്റിന്റെ പണം കൊണ്ടാ ഇത് നിർമ്മിച്ചെന്ന് പറഞ്ഞിട്ടുള്ള സമര. ഇന്ന് MP ജയരാജൻ ചെയർമാനായിന് മാര്യ, അന്ന് MP രാഘവൻ ചെയർമാനായിന്. ആ രൂപല്ല കൂത്തുപറമ്പ് രക്തസാക്ഷികൾ വിളിച്ചേ. അപ്പൊ അതില് നിയമങ്ങളിലും മറ്റുള്ളൊക്കെ തടസ്സമുണ്ട് എന്ന് അറിഞ്ഞിട്ട് അധികാരം കിട്ടാൻ വേണ്ടി പാവപ്പെട്ട സഖാക്കളെ കുരുന്ന് കൊടുക്കുന്ന പണിയല്ലേ ഇവിടുത്തെ സഖാക്കൾക്ക്, CPMന്റെ നേതാക്കന്മാർക്ക്? ഇതൊക്കെ ഒന്ന് സഖാക്കൾ ചിന്തിക്കണം. ഇവിടുത്തെ പാർട്ടി നേതൃത്വം നമ്മളെപ്പോലുള്ള ആളുകളെ കൂട്ടക്കുരുതി കൊടുക്കുക. ഈ നിൽക്കുന്ന ഞാൻ 25ഓളം കേസിലെ പ്രതിയാ. അന്വേഷിച്ചാൽ അറിയാം. കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റിക്ക് പാർട്ടി മിഷനറി ഉപയോഗിച്ചിട്ടോ പാർട്ടി ചാനൽ ഉപയോഗിച്ചിട്ടോ ഇന്ന് ഇവിടെ ഉള്ള സഖാക്കളാണ് വിളിച്ച് ചോദിച്ചാൽ ആരാ ഈ പാലാട്ട് ശരീഫ് പറഞ്ഞ ആളാരാന്ന്? ഞാൻ ഒട്ടനവധി കേസിലെ പ്രതിയാണ്. 1-2 പ്രാവശ്യം വെട്ട് കിട്ടിയ ആളാണ് ഞാൻ. ഇപ്പം PV പ്രസംഗിച്ച മാതിരി ഞാൻ എൻ്റെ പെണ്ണുങ്ങൾക്ക് മാറിൻ്റെ ചെയിന് കൊടുത്ത ആളാണ്, ഈ അരിവാൾ ചുറ്റുകെട്ട് കൊടുത്ത ആളാണ്. എൻ്റെ കുട്ടികൾക്ക് അരിവാൾ ചുറ്റുക നക്ഷത്രം എനിക്ക് കൗത്തില്. അതുപോലെ എൻ്റെ പെരക്ക് ചുവന്ന പെയിൻ്റാണ്, അതിൻ്റെ കാലാകാലം കൊടി കുത്തി. അങ്ങനത്തെ ഒരു ഏരിയയിലേന് ഞാൻ താമസിച്ചോ. മാർക്സിസ്റ്റ് പാർട്ടി തലേ കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു മനുഷ്യനാ. അങ്ങനത്തെ ആളുകളൊക്കെ എന്തിന്ന് പോണ്. ഞാനിപ്പം നല്ലൊരു ധീരനായ ഒരു സെക്രട്ടറിയുടെയും ഒരു ചങ്കൂറ്റുള്ള ഒരു സെക്രട്ടറിന്റെയും ഒരു നല്ലൊരു പാർട്ടിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അത് മുസ്ലിം ലീഗും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ. അതെനിക്ക് പറയാതിരിക്കാൻ നിവർത്തില്ല. അതിന്റെ പറയാൻ കാരണം കഴിഞ്ഞ 4-5 ആഴ്ച മുന്നേ ഈ ഐസ്ക്രീം പാർലർ ബന്ധപ്പെട്ടിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു പത്രസമ്മേളനം ആദ്യമായിട്ട് നടന്നു. അതിന്റെ ശേഷം റൌഫിന്റെ നടന്നു. അതിന്റെ ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് 2 കൈ ഇങ്ങനെ കാട്ടിട്ട് ഞാൻ നിരപരാധിയാണ്, ഏത് കേസ് കൊടുത്തോട്ടെ, എങ്ങനെ മാനി അന്വേഷിച്ചോട്ടെ, അതിലിവിടെ മുസ്ലിം ലീഗിനോ എനിക്കോ പേടില്ലാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണ് ധീരന്മാരായിട്ടുള്ള സെക്രട്ടറിമാർ ചെയ്യേണ്ടത്. എന്നാൽ SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അതാ ചെയ്തേ. SNC ലാവ്ലിൻ കേസിൽ സ്വന്തം സർക്കാരിനെ കൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിപ്പിച്ച് ഗവർണർക്ക് തിരിച്ചയപ്പിച്ച ആളല്ലേ പിണറായി വിജയൻ. സഖാക്കളോട് കംപ്ലൈന്റ് ജയിലറേക്ക് നടക്കാനും ജയിൽ നിറക്കൽ സമരം നടത്താനും ലോക്കപ്പ് ഞമ്മക്കില്ല എന്നും പറഞ്ഞാണ്ടി ഇയാൾക്ക് എന്താ ജയിലിൽ കിടക്കാൻ പേടി? നമ്മളോടൊക്കെ ജയിലിൽ കിടക്കാൻ പറയാം, ഇയാൾക്ക് ജയിലിൽ പേടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരള ഗവൺമെന്റിനെ കൊണ്ട് സ്വന്തം പേരുള്ള കേസിലെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് തിരിച്ചയക്കാൻ പറയാന്ന് പറഞ്ഞാൽ അതല്ലേ സ്വാധീനിക്കലി? നിങ്ങൾ ആലോചിച്ച് നോക്കി. സ്വന്തം സർക്കാരിനെ കൊണ്ട് തിരിച്ചയപ്പിക്കാൻ പറയാ പ്രോസിക്യൂഷൻ. എത്തായി പ്രോസിക്യൂഷൻ നമുക്ക് അറിയാണ്ട് ചോദിക്കാൻ എന്താ കയ്യാമം വെച്ച് കൊണ്ടേലാ? ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി ഗവർണർ കൊടുത്തിട്ടു ആ ചങ്ങായി ഇവിടെ നടക്കണ്ടല്ലോ. എന്തിനാ പേടിക്കണേ? കട്ടിട്ട് കള്ളനായോണ്ട് പേടിക്കണ്, അല്ലെങ്കിൽ എന്തിനു പേടിക്കണ്? പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ശ്രീമതി ടീച്ചർ അധികാരത്തുണ്ടാകുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടാകുക. ഞാൻ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചതല്ലേ? ഞാൻ നിങ്ങളൊക്കെ കല്യാണം കഴിച്ചതാണല്ലോ. നമ്മളൊക്കെ കല്യാണം കഴിച്ചിട്ട് നമ്മളൊക്കെ ഭാര്യമാർക്ക്
നമ്മളമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ ശമ്പളം ഉണ്ടോ പെരേല്? ശ്രീമതി ടീച്ചറെ മരുമകളെ പേഴ്സണൽ സ്റ്റാഫില് പാചകക്കാരിയായിട്ട് ശ്രീമതി ടീച്ചർ നിയമിച്ചില്ലേ? EP ജയരാജന്റെ ഭാര്യ ശ്രീമതി ടീച്ചറെ ജ്യേഷ്ഠത്യ. EP ജയരാജന്റെ മകൻ ശ്രീമതി ടീച്ചറെ ജ്യേഷ്ഠത്തിന്റെ മോനാവുമല്ലോ. ആദ്യം ശ്രീമതി ടീച്ചറെ ജ്യേഷ്ഠത്തിന്റെ മകനെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ച് 2 കൊല്ലം കഴിഞ്ഞാൽ ഗസറ്റഡ് പോസ്റ്റായിട്ട് പ്രമോഷൻ കൊടുക്കും. അപ്പൊ പെൻഷൻ കിട്ടും. അങ്ങനെ EP ജയരാജന്റെ മകന് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗസറ്റഡ് പോസ്റ്റൊക്കെ കൊടുത്ത് പ്രമോഷൻ കിട്ടി, ഗൾഫ് കാർഡ് വിട്ടി. രണ്ടാമത് ആ ചാൻസിൽ ഈ ശ്രീമതി ടീച്ചറെ സ്വന്തം മരുമകളെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ട് പാചകക്കാരിയായിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം മരുമകളെ പാചകക്കാരിയായിട്ട് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് ആ പെൻഷനും മറ്റുള്ളൊക്കെ സഖാക്കൾ ഈ പാവപ്പെട്ടവന്റെ നികുതിപ്പണൊക്കെ ഭാര്യ തിന്നാട്ടി നല്ലേ, വേറെന്ത് ഭാര്യ തിന്നല്ല നാറികളങ്ങക്ക് നല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ഈ ഐസ്ക്രീം പാർലർ കേസ് ഈ ഒരു 5-6 കൊല്ലം മുന്നേ പ്രതിപക്ഷത്തെക്കുമ്പോ അതിൽ കോഴിക്കോട് കരിങ്കോടി കാട്ടാൻ പോയ ആളാണ്. അതിൽ കേസിലെ പ്രതിയാ. മാണി കോഴിക്കോട് അന്വേഷിച്ച് നോക്കി. ഞാൻ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് വളർന്ന ആളാ. അവിടുന്നാണ് ഞാൻ പാർട്ടിന്റെ സ്റ്റഡി ക്ലാസ്സിലൊക്കെ പോയി പാർട്ടിക്കാരനായി വളർന്നേ. അതിൽ പ്രതിയാ ഞാൻ. അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറസ്റ്റ് ചെയ്യണം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തെരുവിൽ തടയാനൊക്കെ പോയിന് ആളുകൾ സഖാക്കളുണ്ട്. എത്ര ആൾക്ക് അടി കിട്ടി? അന്ന് വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറസ്റ്റ് ചെയ്യാ എന്നൊക്കെ പറഞ്ഞിട്ട്. 4.25 കൊല്ലം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളം ഭരിച്ചില്ലേ? 4.25 കൊല്ലം കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ട് എന്തേ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനോ, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി TV രാജേഷോ, മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി TN സീമ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? ഈ 4.25 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഈ ഐസ്ക്രീം പാർലർ കേസ് റീഓപ്പൺ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അത് അന്വേഷിക്കണമെന്നോ, അതിൽ പ്രതി ചേർക്കണമെന്നോ, അല്ലെങ്കിൽ അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ബന്ധമുണ്ടെന്നോ ഈ 4.25 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഈ ദേശാഭിമാനി പത്രത്തിലെങ്കിലും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? എന്തേ നടത്താൻ? അയാൾ നിരപരാധിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അപ്പൊ അതിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ഒട്ടനവധി കേസിലെ പ്രതിയായ, കള്ളനോട്ട് കേസിലും 8ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ ഒരു റൌഫിന്റെ പ്രസ്താവനന്റെ പിന്നിൽ അണിനിരക്കേണ്ട ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിന്റെ സെക്രട്ടറി പിണറായി വിജയൻ വന്നില്ലേ? ഇത്തരം നാണം കെട്ട ഒരു ചരിത്രം CPM ഉണ്ടായിട്ടുണ്ടോ? CPIMന് CPMന്റേതായിട്ടുള്ള നിലപാടുകളില്ലേ? ആ നിലപാടുകൾ 4 കൊല്ലം മുന്നേ പറയണ്ടേ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ചാൻസ് കിട്ടിയാൽ ജയിലിന്റെ ഉള്ളിലാക്കല് CPIMന്റെ അജണ്ട പെട്ടല്ലേ? ഈ 4.25 കൊല്ലം കേരളം ഭരിച്ചത് കുഞ്ഞാലിക്കുട്ടി സാഹിബ അല്ലല്ലോ. പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനല്ലേ? CPM അല്ലേ കേരളം ഭരിച്ചത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ കൂട്ടത്തോടെ ഉള്ളിക്കാട് കൊണ്ടുപോയില്ല? നമുക്ക് ചോദിക്കാനുള്ളതാ. ഞങ്ങളൊക്കെ DYFIയിൽ പ്രവർത്തിക്കുമ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചത് എന്തായാലും ഈ 4.25 കൊല്ലം കുറെ ആളെ ജയിലിൽ കൊണ്ടാണ് കാലേക്കാരി. അങ്ങനെ വിചാരിച്ച ആളുകളാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദന് ആഭ്യന്തരം വിജിലൻസും കൊടുക്കരുത് എന്ന് പറഞ്ഞത് ആരാ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാ? ഉമ്മൻചാണ്ടിയാ? ആരാ കൊടുക്കരുത് പറഞ്ഞേ? ഇയാൾ ആഭ്യന്തരം വിജിലൻസ് ഒക്കെ കയ്യാല. ആർക്കാ പേടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആഭ്യന്തരം വിജിലൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞത് ആരാറിയോ? അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും തന്നെ. ഇയാൾക്ക് വിജിലൻസും ആഭ്യന്തരം കിട്ടിയ ആദ്യം കൊണ്ടായാലും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനാവും. അതുകൊണ്ടല്ലേ ഓല് പേടിക്കണേ? അല്ലെങ്കിൽ ഇവിടെ പേടിക്കണ്ടേ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുനീർ സാഹിബൊക്കെ അല്ലേ? ഓലല്ലേ എതിർക്കണ്ടേ? ഇയാൾക്ക് ആഭ്യന്തരം വിജിലൻസ് കിട്ടിയാൽ 1980 ശേഷം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ മുഖ്യമന്ത്രിമാർക്ക് വിജിലൻസും ആഭ്യന്തരം കിട്ടാന്നിട്ടുണ്ടോ? ഇയാൾക്കല്ലേ കിട്ടാന്ന്? ഞങ്ങൾ DYFIക്കാരൊക്കെ വിചാരിച്ചെന്താണോ ഇയാൾക്ക് കൊടുത്താൽ ഇവലൊക്കെ പാടെ ഉള്ളിൽ കൊണ്ടുപോകുന്നേന് UDFന്റെ ആളുകളെ. DYFIക്കാരൊക്കെ വിചാരിച്ചു ഇയാൾക്ക് ഇപ്പോഴെല്ലാം നമുക്ക് മനസ്സിലാണ് ഇയാൾക്ക് കൊടുക്കാത്ത ഏതാന്ന്. റെജീന എന്ന് പറഞ്ഞ ഒരു പെണ്ണ്, ഒരു വേശി പെണ്ണ് കുട്ടിനേറ്റ് നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ എനിക്ക് DYFIക്കാരോട് ചോദിക്കാനുള്ളത്, കിളിരൂര് കേസിലെ സാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 17കാരി
ഒരു ചെറിയൊരു കുട്ടിനെ പ്രസവിച്ചിട്ട് ഇന്ന് മണ്ണിന്റെ അടിയിൽ അന്തി ഉറങ്ങുക. നിങ്ങൾ ആലോചിച്ച് നോക്കി സഖാക്കളെ, തൊട്ടയിനൊക്കെ പ്രകടനം നടത്തുന്ന ആളുകളല്ലേ, അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്ന പ്രസ്ഥാനല്ലേ ഡിവൈഎഫ്ഐ. എന്ത് ആ സാരി എന്ന് പറയുന്ന പെൺകുട്ടിന്റെ ഘാതകരെ കൊലയാളികളെ വിഷം കുത്തി വെച്ചിട്ടാ ആ പെൺകുട്ടി ഇന്ന് മണ്ണിന്റെ അടിയിലായത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ 4.25 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ആ കേസ് ഒന്ന് അന്വേഷിക്കാനോ അതൊന്ന് അന്വേഷിക്കുന്നോ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അതൊരു റീഓപ്പൺ ചെയ്യാനോ എന്തെങ്കിലും ഒരു പ്രസ്താവന ഡിവൈഎഫ്ഐയോ CPM നടത്തിയിട്ടുണ്ടോ? ആരാണ് അതിലെ VIP? നമുക്ക് അറിയാനിട്ട് ചോദിക്കുക. അതിലെ VIP VS അച്യുതാനന്ദനല്ലേ അറിയുള്ളൂ. ഇയാൾക്ക് ആഭ്യന്തരം വിജിലൻസും കൊടുത്താൽ ആ VIP ഇയാൾ അറസ്റ്റ് ചെയ്യും. ആ VIP ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. കോടിയേരി ബാലകൃഷ്ണന്റെയും ശ്രീമതി ടീച്ചറേയും MA ബേബിന്റെ ഒക്കെ മക്കളാ അതിലെ VIP. ഓലാണ്ട് കൊണ്ടുപോകും VS അച്യുതാനന്ദൻ. അത് മേടിച്ചിട്ടാ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ യുവജന വിപ്ലവ പ്രസ്ഥാനമാണല്ലോ. ഓലൊക്കെ യുവജന വിപ്ലവ പ്രസ്ഥാനം. ഇന്നോട് പറയരുത്. അതിന്റെ മെമ്പർഷിപ്പ് ചേർത്തല എങ്ങനെ പറഞ്ഞുതരാ. 25 മെമ്പർമാരുള്ളോർത്ത് ഇവര് വന്നിട്ട് എന്താ പറയാറിയോ? 200 മെമ്പർമാരെ ചേർത്താൻ പറയും. 25 ആള് സഖാക്കളുള്ളോർത്ത് ഈ കൊല്ലം മെമ്പർഷിപ്പ് അത്ര വർദ്ധിപ്പിക്കേണ്ടി നിങ്ങൾ 200 ചേർത്തലാണ്. സഖാക്കളത്താ കാട്ടിയ ബില്ലോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു 400 റുപ്യ ഉണ്ടാക്കേണ്ടി വരും. ഒരു ദിവസത്തെ കൂലിയല്ലേ, പണ്ടാറടക്കാൻ കടക്കട്ടേക്കും. അങ്ങനെ 25 മെമ്പർഷിപ്പില്ലേ കണ്ട RSS ആരും ലീഗാരും ഒക്കെ പാടെ പേര് ഞങ്ങളെപ്പോലത്തെ ആളുകൾ സത്യമാണ്. ഞാൻ ഒരു ഉയർന്ന സഖാവല്ലേ ഒക്കെ പേരെ കുത്തറി ഇവൽക്കും അറിയാം. ഈ ഡിവൈഫിനെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം. ഒക്കെ ഏജന്റ് ആക്കിയാണ്ട് ആണ് കൊണ്ടുകൊടുക്കുക സഖാവേ. അങ്ങനെ ചേർത്താണെങ്കിൽ യൂത്ത് ലീഗ് ലോകത്ത് 1-ാം സ്ഥാനത്ത് എത്തൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഡിവൈഎഫ്ഐന്റെ സ്ഥിതി അതാ. ഞങ്ങളെ കൊണ്ടോട്ടി ബ്ലോക്ക് സമ്മേളനത്തിൽ കഴിഞ്ഞ ബ്ലോക്ക് സമ്മേളനത്തിൽ ഞാൻ തെളിവ് ചെയ്തല്ലോ പറഞ്ഞ് ഞാൻ ഒന്ന് എഴുതി കൊണ്ടെന്ന് പ്രസംഗിച്ച ആളൊന്നല്ല. എനിക്ക് പ്രസംഗത്തെ അറിയില്ല. കഴിഞ്ഞ 31-ാം തീയതി ശേഷം ഞാൻ മതിയാക്കി പ്രസംഗിച്ചാൻ പഠിച്ചത്. ഡിവൈഎഫ്ഐന്റെ കൊണ്ടോട്ടി ബ്ലോക്ക് സമ്മേളനത്തിൽ എന്താ അറിയോ, ഒരു മുറയൂരുള്ള സഖാവ് ചർച്ച പങ്കെടുത്ത് ഇങ്ങനെ തിട്ടൂരമായിട്ട് മെമ്പർഷിപ്പ് ചേർത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങളെ തിട്ടൂരമായിട്ട് ഏൽപ്പിക്കരുത്. ഈ പ്രാവശ്യം തന്നെ ഞങ്ങൾ 1500 മെമ്പർഷിപ്പ് ഉണ്ടാക്കിയത് കണ്ട അണ്ണാച്ചികൾക്കും ബിആറുകൾക്കും ആസാമികൾക്കും ഒക്കെ അവിടെ കൊടുത്തിട്ടാണ്. അന്ന് ഞാനൊക്കെ തല താത്തിപ്പോയി. കാരണം അത്രയും പല ആളുകളുണ്ടാവില്ലോ ചർച്ചയിൽ. ഓലയുടെ ഇങ്ങനത്തെ ഒന്നും പറയരുത് സഖാവേ, അതൊക്കെ ഒരു മോശമാണ് പറഞ്ഞു VPN പോലത്തെ ആളുകൾ. എനിക്ക് ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യ, ഒന്ന് അന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെ മലപ്പുറം MSP സ്കൂളിൽ ഈ CPM അധികാരത്തിൽ വന്നപ്പം 5 പോസ്റ്റില് ടീച്ചർമാരെ കേട്ടിട്ടുണ്ട് ജോലിക്ക്. അവിടെ താൽക്കാലിക പോസ്റ്റല്ല, സ്ഥിരമായിട്ടുള്ള പോസ്റ്റിക്ക് പൈസ കൊടുത്തിട്ടല്ല, ഒരു ഉറുപ്പിയും കൊടുക്കാതെ കിട്ടണതാ ഭരിക്കണ പാർട്ടി എന്നുള്ളവർക്ക് കിട്ടണ 5 പോസ്റ്റിൽ കേട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐക്കാരെ എഴുതി വെച്ചോ. നാളെ മറ്റന്നാളൊക്കെ സമ്മേളനം ഞാൻ അംസാക്കൊക്കെ അവിടെ വരുമ്പോ ചോദിച്ചാണ്ടി ഞാൻ പറഞ്ഞത് എഴുതാണ്ട് വെച്ചോളി. അവിടെ ജോലിക്ക് കയറ്റിയത് ആരാരോ? ഈ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് VP അനിലിന്റെ ഭാര്യനെ 2ാമത് കയറ്റിയ ആരാരോ? വിജയരാഘവന്റെ പെങ്ങളെ 3ാമത് കയറ്റിയത് ആരാരോ? അംസാഖാന്റെ മരുമകളെ 4ാമത് കയറ്റിയത് ആരാരോ? ശ്രീരാമകൃഷ്ണന്റെ ഒരു ബന്ധുവിനെ 5ാമത് കയറ്റിയ ആരാരോ? CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണന്റെ മകളെ. ഇതിൽ ആരൊക്കെ ഡിവൈഎഫ്ഐയുടെ കൊടി പിടിച്ചുള്ളവരുണ്ടോന്ന് അന്വേഷിച്ചാണ്ടി, ആരൊക്കെ CPM-നും വേണ്ടി തല്ലിട്ടുവരുണ്ടെന്ന് അന്വേഷിച്ചാണ്ടി. ഈ CPM-നും ഡിവൈഎഫ്ഐക്കും ഒക്കെ കൊടി പിടിച്ചുന്ന ആളുകളെ ഇതിനും വേണ്ടി കഠിനദാനം ചെയ്യുന്ന ആളുകൾക്ക് എന്താ MA-യും B.Ed-ഉം TTC ഉള്ളവരൊന്നും ഇല്ലേ ഈ പാർട്ടിയിൽ? ഒക്കെ ബല പേരന്റെ ഉള്ളിൽ കണ്ട് കയറ്റിയ ആ പാർട്ടിനെ ഇവരുണ്ടാക്കുക. നിങ്ങൾ അറിയാം, നിങ്ങൾ ഇതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ ഉൾപാർട്ടി ജനാധിപത്യമാണിത്, ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് ഉള്ളിൽ നിന്ന് ചോദ്യം ചെയ്യാറ്. അപ്പൊ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ ഉള്ളിൽ നിന്ന് ചോദ്യം ചെയ്യും. അപ്പൊ ഉള്ളിൽ നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ ലെനിസ്റ്റ് സിദ്ധാന്തം പറഞ്ഞ സാധനം ഉണ്ട്. പിണറായി വിജയൻ പറഞ്ഞു ആ ലെനിസ്റ്റ് സിദ്ധാന്തം അറിഞ്ഞു വരും. ലെനിസ്റ്റ് സിദ്ധാന്തം എന്താണ്? ഭൂരിപക്ഷ അഭിപ്രായത്തെ ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കുക. ശരിയാണെങ്കിൽ തെറ്റാണ് ഇതൊക്കെ. അപ്പൊ ഭൂരിപക്ഷം ഒക്കെ പാടെ കള്ളന്മാരാണെങ്കിൽ 2 ആള് ന്യൂനപക്ഷ ശരി അറിഞ്ഞോലും കുട്ടിക്കോളി. അപ്പൊ ലെനിസ്റ്റ് സിദ്ധാന്ത പ്രകാരം ആ കള്ളന്മാർക്ക് കൂട്ടുനിർത്താം. അതാണ് VS അച്യുതാനന്ദ സംസ്ഥാന കമ്മിറ്റി കടന്ന് സ്വീപ്പാറി 8 ആളും കൊണ്ടിട്ട് ഇതിന്റെ ഇടയിൽ കഴിച്ചിടാവില്ല. ആ ഭൂരിപക്ഷ ആൾക്ക് കൂട്ടുനിർക്കണം. അപ്പൊ അയാൾ പത്രക്കാർക്ക് ചോർത്തി കൊടുത്തു. ജനങ്ങളൊക്കെ അത് അരട്ടേച്ചിട്ട്. അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആൾക്കാർ തന്നെ പത്രക്കാർക്ക് ചോർത്തി കൊടുത്തിട്ട് VS-ന്റെ മേത്തിക്കിടും. ഇതാണ് CPIM-ന്റെ ഉൾപാർട്ടി ജനാധിപത്യം.
ഇതൊക്കെ പാർട്ടിനെ കുറിച്ച് ശരിക്കും പഠിച്ച ആളുകളായതുകൊണ്ട് നമ്മൾ പറയാം. ഇതൊന്ന് അന്വേഷിച്ച് വയ്ക്കാണ്ട് സഖാക്കളി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ ഇതിന്റെ നേതാക്കന്മാരുടെ അടുത്ത് പോയി, നിങ്ങൾ അംസാഖാന്റെ അടുത്ത് പോയി എന്റെ അനുഭവം പറഞ്ഞു. അംസാഖ ഞങ്ങളെ MP ആണ്. നിങ്ങൾ MP ആവൂല, നിങ്ങളിപ്പോ പൊന്നാനിയാവുമെന്ന്. ഞങ്ങളെ MP ആണ് അംസാഖ. ഞങ്ങളെ കൊട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അയാൾ MP ആയി ജയിച്ചതിന്റെ ശേഷം നന്ദി പറയാൻ വേണ്ടി, ഇതൊരു സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, നന്ദി പറയാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട സെയ്താൻ കുട്ടിയാക്കാന്റെ ഒക്കെ അടുത്ത് പോയിട്ട് ഇയാൾക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇയാളെ പെരെ പോയി. അംസാഖാന്റെ പെരെ പോയിട്ട് അംസാഖാനോട് പറഞ്ഞു, അംസാഖെ വരി, ഞങ്ങളവിടെ പൊതുയോഗം ഉണ്ട്, നിങ്ങൾ നന്ദി പറയാൻ വരി, വോട്ട് ചെയ്ത് പോയതാണ്, നന്ദി പറയാൻ വരിക. അതിൽ ഇയാളെ തൊള്ളൊക്കെ നിങ്ങൾ കണ്ടില്ല. ഒരായി മറ്റേ സുഭാത്തിൽ ഇങ്ങനെ നീച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇതൊരു സഖാവല്ലേ ചോദിച്ചു. ആ സഖാവാണ്. എന്റെ അവസ്ഥ എനിക്ക് പരിചയിച്ചു. എന്താ ചോദിച്ചു? ഞാൻ പാരാ എനിക്ക് അറിയിച്ചു. ആരാ ചോദിച്ചു? ഞാൻ MP ആണ്. പിന്നെ പറഞ്ഞ ന്യൂനപക്ഷ കമ്മീഷന്റെ അതാണ്. പിന്നെ പറഞ്ഞ ചസാർ കമ്മീഷന്റെ മറ്റാണ്. പിന്നെ പറഞ്ഞ മാപ്പിളപ്പാട്ടിന്റെ ഒലക്കാണ്. എന്നോട് പറഞ്ഞ ഇപ്പൊ അയാൾ പട്ടുറുമാല പോയി കുത്തിറക്ക മാപ്പിളപ്പാട്ടിനെ പറ്റി എത്ര തേങ്ങ ഇയാൾക്കറിയാ? ഇയാൾ മാപ്പിളപ്പാട്ടിന്റെ കുലപതിയാ? അങ്ങനെ ഉണ്ടോ? ഈ പട്ടുറുമാലിൽ പാടുന്ന പെൺകുട്ടികളെ കൈമക്കും കാൽമക്കും നോക്കിയിട്ട് പറയും ശ്രുതി പോരാ. എന്തേ ശ്രുതി? ഇയാൾക്കെന്താ ശ്രുതി? ഇയാൾക്ക് എന്ത് ശ്രുതിയാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. കൈരളി ചാനലില് ഒരു എപ്പിസോഡിന് 10,000 രൂപ ശമ്പളം കിട്ടും. കൈരളി ചാനലില് ഇയാൾക്ക് മാപ്പിളപ്പാട്ടിനെ പറ്റി അറിഞ്ഞിട്ടൊന്നല്ല, പിണറായി വിജയന്റെ റെക്കമെൻഡിൽ കൈരളി ചാനൽ പോയി കുത്തിർക്ക. എന്നിട്ട് ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിട്ട് അറിയും മറ്റേ പാടി ഒന്നുകൂടി ഇങ്ങോട്ട് പാടി അറിഞ്ഞ് വെറുതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ നേതാവ് പറഞ്ഞിരിക്കാന്നല്ല അയാള്. അതൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചേക്ക് സഖാക്കളെ. ഓരോന്നിട്ട് പ്രസംഗിച്ചിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ. ഓരോലെ പെരക്കാർക്കും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കുക. നമ്മളോട് കുടുംബസമേത പരിപാടിക്ക് വരാൻ പറഞ്ഞ് സർക്കുലർ തരിക. ഞാൻ ഈ പ്രസംഗിക്കണോ നിങ്ങൾ അന്വേഷിച്ചോണ്ടി. ഞാൻ എൻ്റെ ഭാര്യനടക്കം എല്ലാ സമ്മേളനത്തിലും പ്രകടനത്തിലൊക്കെ പങ്കെടുപ്പിച്ച ആളാ. ഈ പങ്കെടുപ്പിക്കുന്ന ഇന്നെപ്പോലത്തെ ആളുകൾ ഇങ്ങനെ പങ്കെടുപ്പിച്ച ഇവര് സർക്കുലർ തരും. കേട്ടോളി, ഈ സർക്കുലർ പ്രകാരം നമ്മൾ കുടുംബസമേത എല്ലാ പരിപാടിക്ക് പോയിച്ചാൽ കുറെ ഹരിജനങ്ങളുണ്ടാവും, കുറെ പാവപ്പെട്ട സഖാക്കളെ ഭാര്യമാരുണ്ടാവും, ഉണങ്ങി ഞെട്ടി മൊക്കപ്പാടുള്ള കർഷക സ്ത്രീകൾ, ഇങ്ങനൊക്കെ പാടെ നീച്ചാൻ വയ്യാത്ത കുറെ ജാതികളുണ്ടാവും. ഇവരാരെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല സഖാക്കളെ, സത്യല്ലേ? ഇവരാരും പെണ്ണുങ്ങൾ ഈ പരിപാടിക്ക് കണ്ടോ? ഇവരൊക്കെ ബ്രോയിലറായ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പെരെ കുത്തിർക്കല്ലേ? നമ്മളെ പോലത്തെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നരകത്തിൽ കണ്ടു വിടുക. ഓൽക്കാരധികം പോയാൽ നരക കിട്ടുക, മറ്റേ സ്വർഗത്തുക്ക് ഓലാണ്ട് പോവുക. അതല്ലേ നടക്കണേ? ഉമ്മർ മാസ്റ്റർ ഭാര്യ ഞങ്ങളാരും കണ്ടണോ പരിപാടിക്ക്? സഖാക്കൾ പറയട്ടെ, കണ്ടണോ? ഞാൻ കണ്ടിട്ടില്ല. വിജയരാഘവന്റെ ഭാര്യയും കുട്ടികളും കണ്ടണോ? ഈ അംസാഖാന്റെ പെണ്ണുങ്ങളും കുട്ടികളും മരക്കളൊക്കെ നിങ്ങൾ പരിപാടി കണ്ടണോ? ഇതെന്താ കുടുംബസമേതം ഓൽക്ക് പറ്റൂലേ? ഇവിടെ ഉണ്ടല്ലോ ഒരു ഏരിയ സെക്രട്ടറി ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ വള്ളിക്കുന്ന് വേലേത വള്ളിക്കുന്നിന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഈ പരിപാടി കണ്ടങ്ങൾ ഇവരാരും കണ്ടിട്ടില്ല. ഒരു സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. നമ്മളെ പോലത്തെ നീച്ചാൻ വയ്യാത്ത കുറെ ആളുകളെ പെണ്ണുങ്ങളും കുട്ടികളാണ്ട് വരും. എന്നിട്ട് കുടുംബസമേതം ഇവർക്കൊക്കെ വലിയ VIP ആയിട്ട് ഇങ്ങനെ നടക്കുക. ഇവരടുത്ത് പോകാൻ പറ്റൂല. ഞാനൊക്കെ CPM ഉള്ളപ്പോ തന്നെ പല പൊതുപ്രശ്നത്തിലും മുസ്ലിം ലീഗുകാരപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരടുത്ത് പോണം. മമ്മുന്യാജി അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീറാഖാന്റെ അടുത്തൊക്കെ പോണം. ഓരൊക്കെ മാന്യമായിട്ട് പെരുമാറും. നമ്മളെ ഇപ്പൊ ഒരു 2 ലീഗാരും കൊണ്ട് CPM നേതാക്കന്മാരടുത്ത് പോകാൻ പറ്റൂല. കാരണം എന്താ പറയുക, വലിയ ഇരുമ്പിന് കൈ പോലും വെച്ചാൽ ഇങ്ങനെ നിൽക്കും. എപ്പോഴാ നമ്മളോട് തന്നെ ചാടി കളിച്ചു തരാൻ പറ്റൂല. അതുകൊണ്ട് വേറെ ആരും കൊണ്ടുപോകാൻ പറ്റൂല. ഇതൊക്കെ ഒരു സത്യമായിട്ടുള്ള കാര്യല്ലേ ഞാൻ ഈ പറഞ്ഞേ? എന്താ പറഞ്ഞ CPMന്റെ ആളുകളെ അവസ്ഥ? എന്നിട്ട് ഇങ്ങനെ മരിച്ചിട്ടില്ല, മരിച്ചതിന്റെ ശേഷം നല്ല സുഖ ഈ പാർട്ടി. ജീവിച്ചിരിക്കുമ്പോൾ ഗ്ലാസ് വെള്ളം കൊല്ലിക്കൂടെ വഹിക്കൂല. മരിച്ചതിന്റെ ശേഷം ആറെണ്ണാക്കി കൂടെ മരിച്ചതിന്റെ ശേഷം വെള്ളം പോവുക. മരിച്ചതിന്റെ ശേഷം സ്നേഹിക്കും. കഴിഞ്ഞ 24-ാം തീയതി ബഹുമാനപ്പെട്ട എന്റെ ബാപ്പാക്ക് തുല്യനാണ്. ഇന്ന് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ വളർത്തിനോ, ഏതൊക്കെ ആളുകളായിട്ട് ബന്ധമുണ്ടോ അതിനൊക്കെ ഉത്തരവാദി ചെയ്താൽ കുട്ടിയൊക്കെ ഞാൻ മറക്കാത്തൊരു മനുഷ്യൻ എന്റെ ബാപ്പാക്ക് തുല്യനാ. കഴിഞ്ഞ 24-ാം തീയതി ചെയ്താൽ കുട്ടിയൊക്കെ മരിച്ചിട്ടില്ലായിരുന്നു. ഈസ മരിച്ചിട്ടൊരു കൊല്ലായി. 24-ാം തീയതി മരിച്ചിട്ടില്ല ദിവസ ചെയ്താൽട്ടൊക്കെ മരിച്ചിട്ടില്ല. ചെയ്താൽ കുട്ടിയൊക്കെ ജീവിച്ചിരിക്കുമ്പോ അയാൾക്ക് ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് വാങ്ങിക്കൊടുക്കാത്ത ടീമാ ഈ ജാതികളൊക്കെ. എനിക്കറിയാം അയാൾ മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് ചെല്ലണത് ഇഷ്ടമില്ലാത്ത ആളെ ഇനി ആര്യാരോ സഖാക്കളെ അന്വേഷിച്ചാൽ ഈ EM മോഹൻദാസ്
എ വിജയരാഘവൻ, പാലോളി മുഹമ്മദ് കുട്ടി, ഉമ്മർ മാസ്റ്റർ, ഈ ആളുകൾക്ക് സെയ്താൽ കുട്ടിയാക്ക മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് ചെല്ലണ ഇഷ്ടമില്ലേ? നിങ്ങൾക്ക് അറിയങ്ങൾക്ക് എന്നിട്ട് മരിച്ചതിന്റെ ശേഷം എല്ലാവരും ഭയങ്കര ഇതാ. ഇത്രയൊരു നല്ല മനുഷ്യൻ ഉണ്ടാവില്ല മരിച്ചതിന്റെ ശേഷം. എല്ലാവരുടെ സ്ഥിതി തന്നെ ഇവർക്ക് സ്നേഹിക്കണം, മരിക്കണം. ഇങ്ങനെ പണ്ടാറടക്കിയ പാർട്ടി പഠിച്ചോ ഇതല്ലാതെ വേറെ ഉണ്ടാകുമോ? ഇങ്ങനൊക്കെ നീ പ്രവർത്തിക്കണേന് പ്രശ്നമില്ലേ? ഇതിന് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കേനി. ഇതിന്റെ ഉള്ളിലുള്ള പല കള്ളന്മാർക്കെതിരെ എന്തെങ്കിലും വർത്താനം പറഞ്ഞോ പുറത്ത്. ആര് പാർട്ടിയിൽ നിന്ന് പോയാലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയാൽ അവിടെ കമ്മിറ്റി കൂടാണ്ട് പാർട്ടി ഇവിടെ വളരുകയാണ്. പാർട്ടിയിൽ നിന്ന് ആള് പോകും തേറും വളരുന്ന ഒരു പാർട്ടി ഈ പാർട്ടിയാണ്. നോക്കിങ്ങള് ഡോക്ടർ മനോജ് പോയി. ഡോക്ടർ മനോജ് പോയപ്പോൾ അവിടെ പാർട്ടി ക്ലീനായി. ശിവരാമൻ പോയപ്പോൾ അവിടെ ക്ലീനായി. അബ്ദുള്ളക്കുട്ടി പോയി അവിടെ ക്ലീനായി. മഞ്ഞളാങ്കൂയ അലിയാക്ക 10,000 അണികളായിട്ട് ഇവിടെ മലപ്പുറത്ത് പോയി. അപ്പൊ മലപ്പുറം പാർട്ടി കൂടാണ്ട് ഇവിടെ ക്ലീനായി. ഞാൻ ചെറിയൊരു ചോട്ടാ സഖാവാ. ഞാൻ പുളിക്ക പഞ്ചായത്ത് പോയപ്പം അവിടുത്തെ കമ്മിറ്റി കൂടാണ്ട് ഇവിടെയും വളരെ ക്ലീനായി. ഇങ്ങനെ ക്ലീനായി അങ്ങനെ പോട്ടെ ഈ പാർട്ടി. നമ്മളാഗ്രഹം എന്നാ പിന്നെ അതിന്റെ വയറ്റിൽ നടക്കണ്ടല്ലോ. ഇത് അങ്ങനെ പോട്ടെ. ആള് പോകും തേറും പാർട്ടി വളരാ. ഇതിങ്ങനത്തെ ഒരു പാർട്ടിയല്ല. അതാണ് ഈ പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പാർട്ടി പറഞ്ഞ അപ്പാർട്ടിയാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞമ്മക്കിപ്പോ മനസ്സിലാണ് ഇത് ഈ പാർട്ടിയാണ്. ഇങ്ങനെ വളരാ. എന്താണ് ഈ പാർട്ടിന്റെ അവസ്ഥ എന്നാണ്. അപ്പൊ ഈ പാർട്ടിയിൽ ആരും നിൽക്കാതെ തടിയെടുത്തോളി. എനിക്ക് പറയാനുള്ളതാ, സഖാക്കളോട് എത്രയും പെട്ടെന്ന് കിട്ടണ വണ്ടിക്ക് അത് കയറിക്കടി. നമ്മളൊക്കെ തടി എത്രയും പെട്ടെന്ന് എടുത്തോണ്ട് അത്രയും മെച്ചത്തിൽ ലീഗിൽ നിൽക്കാനായി. അപ്പൊ ഉള്ള ചാൻസിൽ ഈ നിൽക്കാൻ അങ്ങോട്ട് പോന്നോളിന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ കൂടുതലായാലും ഞാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ. പാർട്ടിന്റെ സ്ഥിതിഗതികൾ കാരണം വളരെ ഈ കണ്ടീഷനിലൊന്നും നമ്മക്കതിൽ നിൽക്കാൻ പറ്റുമോ? പിന്നെ ഇതിന്റെ മതത്തിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് മതം നിസ്കരിച്ചണ്ട, നോമ്പ് കൊടുക്കണ്ട, ബലി പറയണ്ട, അമ്പലത്തിൽ പോണ്ട, ബലി പറയണ്ട. അത് താനില്ലാതാവും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊക്കെ തന്നെ. ഞാൻ എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ നാളെ ഇപ്പൊ കൊട്ടപ്പുറത്തേക്ക് വിളിച്ച് അന്വേഷിച്ചാൽ ഇന്റെ രൂപ എന്തേലും ഓല് പറഞ്ഞു തരുമല്ലോ. ഇവിടുത്തെ ലീഗാർക്കും അന്വേഷിക്കുമല്ലോ, നിങ്ങൾ ചോദിക്കുമല്ലോ നാളെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊക്കെ തന്നെ. അത് എന്താ നിങ്ങളോട് പറഞ്ഞുതരാ. ഇതിപ്പോ ഈ ഇങ്ങനെ പൊതുയോഗം CPM നടത്തിയ നാളെ അംസാക്ക് അവിടെ നടത്തുമ്പോ ബാങ്ക് കൊടുക്കും. അത് നിർത്തുമതി. പൊതുയോഗ പ്രസംഗം നിർത്തും. അതെന്താ? വോട്ട് കിട്ടുന്ന കാര്യമാണ്, വോട്ടിങ് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ നിർത്തും പൊതുയോഗം. അതേസമയത്ത് CPM-കാരെ ഞാൻ വെല്ലുവിളിക്കാണ്. ഞാൻ 18 കൊല്ലത്തോളം CPM-ന്റെ സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കണമെന്ന് SFI പ്രവർത്തിച്ചു തുടങ്ങിയാണ്. 18 കൊല്ലത്തോളം CPM-ൽ സജീവമായിട്ട് പങ്കെടുത്തൊരു മനുഷ്യനാണ്. ഇന്ന് വരെ പള്ളിന്റെ അടുത്ത് നടക്കുന്ന ഒരു കൺവെൻഷനിൽ ഏത് പരിപാടി ആയിക്കോട്ടെ, എത്ര നിസ്കരിക്കുന്ന സഖാക്കളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇല്ലാന്ന് പറയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 5 നേരം നിസ്കരിച്ച് നടക്കുന്ന സഖാക്കളുണ്ട്. എത്ര വലിയ ആളുകളും അമ്പലത്തിൽ പോകണമല്ലോ എല്ലാവരും ഉണ്ടെങ്കിലും ശരി, ഇതിന്റെ പള്ളിന്റെ അടുത്ത് നടക്കുന്ന ഒരു കൺവെൻഷനിൽ പാർട്ടിക്കാരേറ്റ് മാത്രം ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ബാങ്കിന്റെ ബാങ്ക് കൊടുത്താലും ആ പ്രസംഗം നിർത്തൂല. അതിന് നിർത്താൻ ഒരു സഖാവിന് പറയാൻ തയ്യാറാവില്ല. മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് പറയാൻ തയ്യാറാവില്ല. അത് പറയാത്തത് എന്താ? നമ്മൾ സഖാവല്ലാതായി പോവുമെന്ന് കരുതിട്ടാ. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായി പോവോ വിചാരിച്ചു ഓലടേൽ. എനിക്കൊക്കെ എത്രയോ അനുഭവം ഉണ്ട്. ഞാനൊരു വെള്ളിയാഴ്ച റംസാൻ മാസത്തിലൊരു വെള്ളിയാഴ്ച എയർപോർട്ടിലേക്ക് DYFI-ന്റെ മാർച്ച്. ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അന്ന് നോമ്പ് വെച്ചു. എന്നിട്ട് ആ വെള്ളിയാഴ്ച 12:30 മണിക്ക് ആ മാർച്ച് കഴിഞ്ഞപ്പോൾ DYFI-ന്റെ ജില്ലാ നേതാക്കന്മാരൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിന്. അപ്പോൾ പിന്നെ ഒരു വരവേറുണ്ടല്ലോ വെച്ചിട്ട് ബ്ലോക്ക് കമ്മിറ്റി ന്യൂമാൻ ടൂറിസ്റ്റ് ഹോമില് 12:30 മണിക്ക് വെള്ളിയാഴ്ച ഈ മാർച്ച് കഴിഞ്ഞിട്ട് 12:30 മണിക്ക് ഈ ബ്ലോക്ക് കമ്മിറ്റി അയക്കാണ്ട് വിളിച്ചിക്ക. 12:30 മണിക്കാകുമ്പോൾ പള്ളിക്ക് പോകണ്ടേ. ഞാൻ എന്നിട്ട് ഈ നോമ്പ് ഒറ്റയല്ലേ, ഇത് പിത്തനാണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പോയി. വിലപ്പോ പോകാൻ പറ്റില്ലല്ലോ. പോയിട്ട് ഞാനും കുറെ മുസ്ലിം സഖാക്കൾ വേറുണ്ട്. പോയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോട്ടില്ല. കാരണം നമ്മൾ ഈ പട്ടിണി അടുക്കല്ലേ, അതും കൂടി ഇതും ഇല്ലാക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് സുഖമില്ല ഒന്ന് പോകണമെന്ന്. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എന്നാലും പള്ളിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കാരണം പള്ളിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളല്ലാതായി പോകുമോ എന്നുള്ളൊരു സ്വയം നമുക്ക് തോന്നും. അത് ഈ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. അങ്ങനെ ഒട്ടനവധി ഞാൻ പെരുന്നാളിൻ്റെ അന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷികളുണ്ട്. ഞാനും എൻ്റെ അഞ്ചന്മാരൊക്കെ നേതൃത്വം നൽകിയിട്ട് ഞങ്ങളവിടെ ഒരു അരിജൻ കോളനിയാണ്.
ഞങ്ങളൊക്കെ പാടെ നേതൃത്വം നൽകിയിട്ട് പെരുന്നാളിൻ്റെ അന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം നടത്തിയ ആളുകളാണ്. അന്ന് നാട്ടിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടേനി. അതെന്താ നടത്താൻ കാരണമല്ലോ, നമ്മളൊരു പരിപാടിൻ്റെ അന്ന് നടത്തിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ പറയും നിങ്ങൾ പെരുന്നാളായപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ഒന്നും ഞങ്ങൾ എന്താ അടുപ്പിലെ സഖാക്കളാ ചോദിക്കും. അപ്പം നമ്മൾ നിർബന്ധിതമായിട്ട് നടത്തുക. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയാതെ നമ്മൾ മതനിഷേധികൾ താനാവും. അതിൽ പഠിപ്പിച്ചൊന്നും വേണ്ട. എന്താ ഈ അന്ത്യകുദാസ നിങ്ങൾക്ക് ആർക്കറിയോ? അന്ത്യകുദാസ എന്ന് പറഞ്ഞാൽ കേട്ടോളി, മുസ്ലിമുകൾ ഇടയിൽ മരിച്ചാൻ ചെല്ലുമ്പോഴുള്ള കെൽമേണി ക്രിസ്ത്യൻസിന്റെ അന്ത്യകുദാസ. അപ്പൊ മത്തായി ചാക്കോ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു പള്ളിയിലച്ചൻ പറയാണ് അന്ത്യകുദാസ ചൊല്ലിക്കൊടുത്തീന്ന്, കെൽമ ചൊല്ലിക്കൊടുത്തീന്ന്. അപ്പൊ പിണറായി വിജയൻ പറയാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് മത്തായി ചാക്കോ, അന്ത്യകുദാസ ചെല്ലൂലാൻ, അതായത് കെൽമ ചെല്ലൂലാൻ. മനസ്സിലായെങ്കിൽ അംസാക്ക മരിച്ചാൽ നേരത്തെ കെൽമ ചെല്ലിന്ന് മോലിയാർ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് പിണറായി വിജയൻ പറയും അംസാക്ക കെൽമ ചെല്ലിയിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരണ്ടല്ലോ, കെൽമ ചെല്ലിയിട്ട് ഈ അന്ത്യകുദാസാന ക്രിസ്ത്യൻസിലെ കെൽമ എന്ന് പറഞ്ഞില്ലേ, മരിച്ചാൽ നേരത്തെ ചെല്ലണ, അത് ചെല്ലിയാൽ ഓലെ സ്വർഗം എന്നാ. അത് ചെല്ലി എന്ന് പറഞ്ഞപ്പോൾ ചെല്ലിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാർ ചെല്ലൂലാന്ന്. പിന്നെ അതിലും വലിയ ഈ മതമില്ലാന്ന് ഞാൻ വേറെ പഠിപ്പിച്ചാൽ എനിക്ക്. ഇതാണ് ഈ പാർട്ടിന്റെ സ്ഥിതി. ഇതൊക്കെ എൻ്റെ അനുഭവമാണ്. ഞാൻ എന്തെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയതിൻ്റെ ശേഷം എന്തെങ്കിലും വിളിച്ചറിയല്ല, ഞാൻ കൂടെ അല്ലേ, ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടൊന്നും പ്രസംഗിച്ചോ പ്രാസംഗികനോ അല്ലേ. എനിക്ക് എൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ഓർമ്മട്ടണം, ഓരോരോ പൊതുവാത്ത് വിളിച്ചാൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഓർമ്മട്ടണം ഇങ്ങനെ വിളിച്ചറിയും. ഇപ്പം ഇഷ്ടം പോലെ പൊതുവാത്തിന് ഇങ്ങനെ വരും. എൻ്റെ പെരക്കാരൊക്കെ കണ്ണിങ്ങനെ നോക്കാൻ എനിക്ക് പോകാൻ വരുമ്പോൾ എത്താൻ പോയിട്ട് പ്രസംഗിച്ചില്ലേ, ഇവൻ എന്താണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. ഞാനോ പ്രാസംഗികനൊന്നല്ലേ, ഞാൻ പാർട്ടി സമ്മേളനങ്ങളിൽ മറ്റുള്ളവർത്തൊക്കെ പോയി പറയും, ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയും. ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ട് ഇപ്പോൾ ഡേറ്റ് തന്നെ ഇല്ലാത്തൊരു കണ്ടീഷനാണ് നമ്മളത്. ഞാനൊക്കെ ഇത്തരം ജനങ്ങളെ അഭിമുഖീകരിക്കണം ആദ്യമായിട്ടാ CPM വന്നതിൻ്റെ സാ. അപ്പം എനിക്ക് സഖാക്കളോട് പറയാനല്ലേ, തടി എടുത്തോളി, ആടി എടുത്തിട്ട് പോന്നോളി. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ബാക്കി നമ്മളെ ആലിക്കോയൊക്കെ ഇവിടെ ഉണ്ട്, കുറേ പറയാനുണ്ട്. നമുക്ക് എനിക്കൊരു വേറെ പൊതുയോഗം ഉണ്ട്, ഞാൻ ഇനിയിപ്പോൾ അവിടെ എത്തിയാൽ എന്താവും അറിയില്ല. ഇവിടെ പെരുവല്ലൂർ, ഇവിടെ പൂക്കുളത്തൂർ. ഈ പാർട്ടിനെ കുറിച്ച് എനിക്ക് എത്ര പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് സഖാക്കളോട് പറയാനുള്ളത്, ഗൾഫിലൊക്കെ പോയാൽ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയാൽ ഈ ബാപ്പാർ കത്ത് ചെയ്തല്ലോ മക്കൾക്ക്, നല്ല സുഖമൊക്കെ ആണെങ്കിൽ, പണിയൊക്കെ ആണെങ്കിൽ, നല്ല സുഖമൊക്കെ ആണെങ്കിൽ, അവിടുത്തെ ഇതൊക്കെ ആണെങ്കിൽ കത്ത് ചെയ്തു എന്ത് എല്ലാവരും ഇങ്ങോട്ട് വിട്ടോളി, അല്ലെങ്കിൽ എല്ലാവരും കൊണ്ട് പോകുന്നോളി, അടുത്ത പാസ്പോർട്ട് ബിസൊക്കെ ഞാൻ അയച്ചാൽ അങ്ങോട്ട് തടി എടുത്തോളി എന്ന് പറയുന്ന മാതിരി ഞങ്ങൾക്ക് ലീഗിക്ക് പോയവർക്കൊക്കെ വളരെ സുഖമാണൊക്കെ തടിയെടുത്താളി. എനിക്ക് പറയാനുള്ള ഒക്കെ പോന്നോളി, കയറിക്കോളി. പിന്നെ പേർക്കൊരു വർത്താനം എന്താ അറിയോ, CPM പോയാൽ അതുകൂടി രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുക. CPM പോയാൽ ഓർക്ക് ബലം ഉണ്ടാവില്ല. CPM അന്നേ ധൈര്യം, CPM അന്നേ ഓല് ഉസുറും പുള്ളിയിൽ നടന്നിനെ. ഇനി CPM പോയാൽ ആളുണ്ടാവില്ല. ആരാടാ അതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചേ? ആരായിട്ട് ചോദിച്ചാ CPM പോയാൽ എന്താ ആളെ കയ്യും കാലൊക്കെ വണ്ണം കുറയല? അങ്ങനെ ഉണ്ടോ? CPM പോയാൽ ചങ്കൂറ്റുള്ള ഏതൊരുത്ത ഏത് നല്ല ബാപ്പാന്റെ മോൻ ഏത് പോയാലും ഉസുറും പുള്ളിയിൽ നിൽക്കുക. നിങ്ങളെ CPM മാത്രമല്ല, ഇപ്പൊ അബ്ദുറഹ്മാൻ പുൽപ്പറ്റി മഞ്ഞളാങ്കുഴി അലിയൊക്കെ മെലിഞ്ഞിങ്ങനെ പെര കിടക്കുക. അങ്ങനെ ഉണ്ടോ CPM പോയിട്ട്? ഇങ്ങനെയുള്ളവരോ ഇത്. അതുപോലെ അമ്മോട് പറഞ്ഞെന്താരോ, നിങ്ങൾ ലീഗിക്ക് പോണ്ടില്ലേ? ഈ സഖാക്കൾ പറയാ ഞങ്ങളെങ്ങനെ ഏക്കി പോയിക്കോട്ടെ, നിങ്ങൾ നോക്കണോ? CPM വെറുത്തിട്ട് പോണ മനുഷ്യന്മാരോട് നിങ്ങൾ ഐക്ക് പോണ്ടില്ലേ, ജിക്ക് പോയില്ലേ പറയാ. എന്താ നിങ്ങളെ ഉളുപ്പമാണ് നിങ്ങൾക്ക്? ആരെങ്കിലും പൊട്ടം കെട്ടി പോയി ചാടുവോ? വെള്ളമുള്ള കിണറ്റിലല്ലേ ചാടുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും നരകത്തേക്ക് പോവുമോ? നരകത്തിൽ നിന്ന് സ്വർഗത്തേക്കല്ലേ പോവുള്ളൂ. നരകല്ല CPM. അപ്പൊ നമ്മൾ തടിയെടുത്ത് സ്വർഗത്തേക്കാണ് പോയി. ഇതല്ല ഈ പാർട്ടിന്റെ അവസ്ഥ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഈ വേദി ഒരുക്കി തന്ന ഇവിടുത്തെ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇടതിന്റെ ദുശ്ശേരിയിൽ നിന്നും സമാധാന രാഷ്ട്രീയത്തിന്റെ തീരത്തിളഞ്ഞ മഞ്ഞളാങ്കുഴി അലി ഒരൽപ്പസമയം പിന്നിടുമ്പോൾ നമ്മുടെ വേദിയെ അഭിസംബോധനം ചെയ്യും. സംസ്ഥാന മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ KP മുഹമ്മദ് കുട്ടി ഹാജി സാഹിബ് ഈ സമ്മേളനത്തെ അഭിസംബോധനം ചെയ്യുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, പ്രഗത്ഭരായ പ്ലാറ്റ്ഫോമിലെ മുസ്ലിം ലീഗ് നേതാക്കളായ SM ജിഫി തങ്ങളവർകൾ, പ്രിയപ്പെട്ട അലിക്കോയ സാഹിബ്, ബഹുമാന്യായ മഹ്മൂദാജി, ബഹുമാന്യരായ
മൊയ്തീൻ സാഹിബ്, മിസ്റ്റർ അഷ്റഫ്, സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന ബഹുമാന്യായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സാന്നിധ്യം എത്രത്തോളം നിങ്ങളെ അരോചകമാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള ശക്തമായ ഊർജവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന വെട്ടം ആലിക്കോയ അവരുടെ ഏറ്റവും നല്ല പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുക. ഞാനൊരു പ്രസംഗത്തിനേ മുതിരുന്നില്ല. എന്തായാലും ശരി, അടുത്ത ദിവസം 18-ന് ശേഷം ഒരു 20-ാം തീയതി ഒരു യോഗം വേണ്ടി വരും എന്നിടത്തേക്കാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. സഖാ വംശ വന്നാൽ തീർച്ചയായും അതിനേക്കാണ് ഉജ്ജ്വലമായ മറുപടിയുമായി പ്ലാറ്റ്ഫോമിൽ അഭിസംബോധന ചെയ്യാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഈ യോഗത്തിന്റെ സംഘടനാ ലെവൽ ചുള്ളിപ്പാറ ചരിത്രാതീത കാലം മുതൽ എന്ന് പറയാൻ തെറ്റില്ലാത്ത രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ 6 പതിറ്റാണ്ടിന് മുമ്പ് മുസ്ലിം ലീഗിന് രൂപകൽപ്പന നൽകിയ മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ലീഗ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ചുള്ളിപ്പാറയിൽ ലീഗ് ഉണ്ടായി. അതിന്റെ ഏറ്റവും ജീവിക്കുന്ന ഉദാഹരണമാണ് ബഹുവന്യനായ എൻ്റെ ഉസ്താദ് SM ജിഫ്രി തങ്ങൾ അവർകൾ. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനായ അബ്ദുൽ കോയ അവർകളും ഐദ്രോസ് കോയ തങ്ങളും ഈ പാതയിലൂടെ സഞ്ചരിച്ച് ലീഗിന് ശരിയായ ദിശയിലേക്ക് നേർവഴി കാണിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളും ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെപ്പോലെ യോഗങ്ങളിൽ പാർക്കുന്നവരുമായിരുന്നു എന്നതാണ് സത്യം. ചുള്ളിപ്പാറിൽ ഒരുപാട് യോഗങ്ങളിൽ പാർക്കാൻ അവസരമുണ്ടായിൽപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. ബഹുമാനായ CH ഇബ്രാഹിം ഹാജിയെ പോലെയുള്ള ഉന്നത ശിഷ്യരായ ആളുകൾ MK ഹാജി സാഹിബിനോടൊപ്പം വന്നിയെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്, കണ്ടതാണ്. പക്ഷെ ഇവിടെ ചുള്ളിപ്പാറ ലീഗ് തളർന്നില്ല, അതിന് ജനം അനുവദിച്ചില്ല. ഇവിടെ വല്ലാതെ ഓർമ്മിക്കേണ്ടി വരികയാണ് നമ്മുടെ ഇടക്ക് പറമ്പൻ ബീരാൻകുട്ടി ഹാജി, ആലസർ ഹാജി, മൊയ്തീൻ ഹാജി. ആ കൂട്ടത്തിൽ 2 കുട്ടികൾ മരണപ്പെട്ടവർ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ആക്സിഡന്റ് കേസിനെ തുടർന്ന്. അവരുടെ ജനാസ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ജനം ഒഴുകിയെത്തിയ കാര്യം നിങ്ങൾ ഓർക്കുകയാണ്. ഇവിടെ മുഹമ്മദ് അലി, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർ KMCCയുടെ ഊർജം പകർന്ന് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ല് രൂപീകരിക്കുകയും അതിന് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തന രംഗത്ത് കഠിനമായി യത്നം ചെയ്യുന്ന KMCC ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മെ പരിഹസിക്കുകയാണ് ഇപ്പോൾ ഒരു ചാനൽ. പൊളിറ്റിക്സ് ആവശ്യമുള്ള കോടികൾ മുഴുവൻ പിരിപ്പിച്ചു കൊടുത്തു, ഉടമസ്ഥാവകാശം ലഭിക്കാവുന്നതൊക്കെ കൊടുത്തു. എല്ലാ രാജ്യങ്ങളിലും KMCCക്കാർ പിരിപ്പിച്ച് നടന്ന്